ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വിധി പെട്ടിയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഈസ്റ്റർ കടന്നുപോയത്. കേരളത്തിൽ സ്വയം പീഡിതനായി സങ്കല്പിച്ചു കഴിയുന്ന ഉമ്മൻചാണ്ടിക്കുള്ള സൂസെപാക്യത്തിന്റെ ആത്മീയ ഉപദേശമാണ് ഇനി. ഏത് യേശുവായാലും ജനത്തിന്റെ അംഗീകാരം ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ലത്രേ. 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് പിലാത്തോസിൻ്റെ അരമന മുറ്റം ഒരു തെരഞ്ഞെടുപ്പ് വേദിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പിലാത്തോസ് ഇരിപ്പുണ്ട്. വോട്ടർമാരായി എത്തിയത് യഹൂദ ജനതയായിരുന്നു. 2 സ്ഥാനാർത്ഥികളെയും നിർത്തിയിട്ടുണ്ട്, ക്രിസ്തുവും ബറബാസും. ശബ്ദ വോട്ടോടെയാണ് ഇവരിൽ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടായിരുന്നുള്ളൂ, യേശു മാത്രം. എതിരില്ലാതെ അവർക്ക് യേശുവിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. പലവട്ടം യേശുവിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പരിശോധിച്ചതുമാണ്. തികച്ചും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയായി പിലാത്തോസ് യേശുവിനെ കണ്ടു. എതിരാളികൾ ഉന്നയിച്ച അയോഗ്യതകളൊന്നും തന്നെ യേശുവിലില്ലായിരുന്നു. യേശുവിനെതിരായി അവരുന്നയിച്ച ആരോപണങ്ങളെല്ലാം തികച്ചും തെറ്റായിരുന്നു. യേശുവാകട്ടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് വ്യക്തമായി തന്നെ പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ സ്വരം കേൾക്കുന്നു. ഇതിലൂടെ യേശു അർത്ഥമാക്കിയത് ഇതാണ്: ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എതിരാളികളെയോ ആരോപണങ്ങളെയോ പീഡനങ്ങളെയോ മരണത്തെപ്പോലുമോ എനിക്കൊട്ടും ഭയമില്ല. അവസാനം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പറഞ്ഞു, യേശുവാണ് യോഗ്യനായ സ്ഥാനാർത്ഥി, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പൊതുജനം സമ്മതിക്കണ്ടേ? ജനങ്ങളുടെ കോടതി എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് അറിയുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ. സഭകളുടെ വോട്ട് തരാമെന്ന് പറഞ്ഞ് കോൺഗ്രസുകാരെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നും അപ്പോഴറിയാം. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.